കട്ടിത്താടിയും മീശയുമാണോ നിങ്ങൾ ആഗ്രഹിക്കുന്നത്? ഇതാ നിങ്ങൾക്ക് അതിനുള്ള ഒരു എളുപ്പമാർഗ്ഗം. ഈ പാക്ക് ഇട്ടാൽ 7 ദിവസം കൊണ്ട് കട്ടത്താടിയും മീശയും വളരും. എന്താണെന്നുള്ളത് പറയാം. കട്ടിത്താടിയും മീശയും നിങ്ങൾക്ക് വെറും 1 മാസം കൊണ്ട് വളർത്തിയെടുക്കണോ? കെമിക്കലായിട്ടുള്ള കാര്യങ്ങളൊന്നും ചെയ്യേണ്ട, നാച്ചുറൽ ആയിട്ടുള്ള ഈ ഒരു കാര്യം ചെയ്താൽ മതി. നിങ്ങളുടെ താടിയും മീശയും നല്ല കട്ടിയോടുകൂടി അതും പെർമനന്റ് ആയിട്ട് തന്നെ നിർത്തുന്ന രീതിയിൽ വളർത്തിയെടുക്കാം. അതെന്താണ് സംഭവം എന്നൊക്കെ ഉള്ളത് പറയാം. ഇന്ന് പല ട്രീറ്റ്മെന്റുകളും ഒക്കെ ഉണ്ട്. അതൊക്കെ ചെയ്ത് നിങ്ങളുടെ ശരീരത്തെ നശിപ്പിക്കാതെ എപ്പോഴും നമുക്ക് നല്ലത് പ്രകൃതിദത്തമായ കാര്യങ്ങൾ ചെയ്യുന്നതാണ്. അങ്ങനെ ഒരു കാര്യമാണ് ഞാൻ ഇന്ന് നിങ്ങളിലേക്ക് ഷെയർ ചെയ്യുന്നത്. സമയം കളയാതെ തന്നെ നമുക്ക് അതിലേക്ക് പോകാം. അതിന്റെ മുന്നേ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ എൻ്റെ കൂടെ കൂടാനും പിന്നെ നിങ്ങളുടെ ആ ഒരു വിലപ്പെട്ട ഒരു ഹൃദയം ഉണ്ടല്ലോ ലൈക്ക് എനിക്ക് തരാനും മറക്കല്ലേ. നമുക്ക് എന്തായാലും വീഡിയോയിലേക്ക് പോകാം. ഹായ് കൂട്ടുകാരെ, നിങ്ങൾക്ക് എല്ലാവർക്കും സുഖമാണോ? ഒന്ന് പരിചയപ്പെടുത്തട്ടെ എന്നെ. എൻ്റെ പേര് റംസാനിയ. എൻ്റെ പ്രൊഫഷൻ എന്ന് പറയുന്നത് ഫാഷൻ ഡിസൈനിങ് ആൻഡ് ബ്യൂട്ടീഷ്യനാണ്. ഇന്ന് ഞാൻ നിങ്ങളിലേക്ക് ഷെയർ ചെയ്യുന്നത് ഇന്ന് നമ്മുടെ ചെറുപ്പക്കാർ തൊട്ട് മുതിർന്നവർ വരെയും ഫേസ് ചെയ്യുന്ന ഒരു പ്രശ്നമാണ് കട്ടിത്താടിയും മീശയും മുടിയുടെ വളർച്ചയൊക്കെ ഇല്ലാത്തത്. അതൊക്കെ മാറ്റാനും നല്ല കട്ടിത്താടിയും മീശയും പിരിവും ഒക്കെ നിങ്ങൾക്ക് വെറും 1 മാസം കൊണ്ടും അതും പെർമനന്റ് ആയിട്ട് തന്നെ നിർത്തുന്ന രീതിയിൽ വളർത്തിയെടുക്കാൻ സഹായിക്കുന്ന ഒരു എളുപ്പമാർഗ്ഗമാണ് പറയുന്നത്. നിങ്ങൾ ഫുഡിന്റെ കാര്യം വളരെയധികം ശ്രദ്ധിക്കണം. പിന്നെ കൂടാതെ തന്നെ അമിതമായ ടെൻഷൻ ഒഴിവാക്കുക, വെള്ളം നല്ല പോലെ കുടിക്കുക, വിറ്റാമിൻസും പ്രോട്ടീനും അടങ്ങിയ ഫുഡുകളൊക്കെ കഴിക്കുക. പിന്നെ ഞാൻ പറയുന്ന രീതിയിൽ ഈ ഒരു പാക്കും കൂടി നിങ്ങൾ ഇട്ടാൽ മതി. നിങ്ങൾക്ക് നല്ല രീതിയിൽ മുടി വളർത്തിയെടുക്കാൻ സാധിക്കും. സമയം കളയാതെ തന്നെ നമുക്ക് ആ ഒരു സംഭവം എങ്ങനെയാണ് തയ്യാറാക്കുന്നതും അത് ഉപയോഗിച്ചിട്ടുള്ള ലൈവ് ചേഞ്ചസും കാണാം. അതിലേക്ക് പോകാം. പാക്ക് തയ്യാറാക്കുന്നതിന് മുന്നേ ഒരു വെള്ളം തയ്യാറാക്കണം. അതിനുവേണ്ടി നമുക്ക് ഒരു ചായച്ചരുവം എടുക്കണം. അതിലേക്ക് അലോവേറ ജെല്ലിൻ്റെ തണ്ടാണ് ചേർത്ത് കൊടുക്കേണ്ടത്. അതിനകത്ത് വിറ്റാമിൻ ഇ ധാരാളം അടങ്ങിയിരിക്കുന്നുണ്ട്. മുടി വളർച്ച പെട്ടെന്ന് തന്നെ കൂട്ടാനായിട്ട് അലോവേറ ജെല്ലിൽ നിന്ന് സാധിക്കും. ഇനി ഇതിലേക്ക് ഒരു തണ്ട് കറിവേപ്പിലയാണ് ചേർത്ത് കൊടുക്കുന്നത്. കറിവേപ്പില നമ്മുടെ മുടിയുടെ വളർച്ച പെട്ടെന്ന് കൂട്ടാൻ സഹായിക്കുന്ന ഒന്നാണ്. കരിഞ്ജീരകമാണ് വേണ്ടത്. കരിഞ്ജീരകം നമ്മുടെ മുടിയുടെ ബ്ലാക്ക് കളർ ഉണ്ടാക്കാനും ഇപ്പം ഹെയർ ഗ്രോത്ത് ഇല്ലാത്തടത്ത് പെട്ടെന്ന് തന്നെ ഹെയർ ഗ്രോത്ത് കൂട്ടിയെടുക്കാനും കരിഞ്ജീരകത്തിൽ നിന്ന് സാധിക്കും. ഇനി നമുക്ക് വേണ്ടത് കുതിർത്ത ഉലുവയാണ്. ഒരു 3 മണിക്കൂർ കുതിർത്ത ഉലുവ അതിൻ്റെ വെള്ളവും കൂടി ചേർത്തിട്ട് എടുത്ത് 1.5 ടേബിൾ സ്പൂൺ ഉലുവയാണ് വേണ്ടത്. ഉലുവയ്ക്കകത്ത് അടങ്ങിയിരിക്കുന്ന പല കണ്ടൻറ്റുകളും ഹെയർ ഗ്രോത്ത് കൂട്ടാൻ സഹായിക്കുന്നതാണ്. ഇനി ഇതിലേക്ക് ചായപ്പൊടിയാണ് ചേർക്കേണ്ടത്, അതായത് തേയിലപ്പൊടി. അത് ചേർക്കേണ്ടത് 1.5 ടേബിൾ സ്പൂണാണ് തേയിലപ്പൊടി ചേർത്ത് കൊടുക്കേണ്ടത്. ഇനി തിളപ്പിക്കുന്നതിന് ആവശ്യമായിട്ടുള്ള വെള്ളം എന്ന് പറയുന്നത് 1.5 ഗ്ലാസ് വെള്ളം ചേർത്ത് തീ കുറച്ചിട്ട് വേണം തിളപ്പിച്ചെടുക്കാനായിട്ട്. അങ്ങനെ തിളച്ചതാ നമ്മുടെ ആ ഒരു എല്ലാത്തിൻ്റെയും സത്ത് ഇറങ്ങിയിട്ട് 1.5 ഗ്ലാസ് ഉള്ളത് 1/2 ഗ്ലാസ്സായി മാറും. ഇനി ഇത് തണുക്കാൻ വേണ്ടി നമുക്ക് മാറ്റി വെക്കാം. അങ്ങനെ തണുത്തിട്ടുണ്ട്. ഇനി ഇതിനകത്ത് നമുക്ക് എന്താണ് ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ കുറച്ച് പൊടികൾ വേണം. അതെന്തൊക്കെയാണെന്നുള്ളത് ഞാൻ പറയാം. ആദ്യമേ തന്നെ സ്റ്റീലിൻ്റെ ഒരു പാത്രമാണ് നിങ്ങൾ എടുക്കേണ്ടത്. അതിലേക്ക് ഭൃംഗരാജ് ഉണ്ടല്ലോ, അതായത് നമ്മുടെ കയ്യോന്നി. നിങ്ങളുടെ പറമ്പിൽ പച്ച കയ്യോന്നി ഉണ്ടെങ്കിൽ, അതായത് ഇലയായിട്ടുണ്ടെങ്കിൽ അത് ചതച്ചിട്ട് അതിൻ്റെ നീരെടുക്കാം കേട്ടോ. എൻ്റെ കയ്യിൽ കയ്യോന്നിയുടെ അതൊന്നും കിട്ടാത്തതുകൊണ്ടാണ് അതിൻ്റെ പൊടി എടുത്തിരിക്കുന്നത്. ഇനി നമുക്ക് നേരത്തെ നമ്മൾ തയ്യാറാക്കിയിരിക്കുന്ന അതിൽ നിന്ന് ആ ഒരു വെള്ളം 1.5 ടേബിൾ സ്പൂണോളമാണ് നമ്മൾ ചേർത്ത് കൊടുക്കുന്നത്. 1.5 ടേബിൾ സ്പൂൺ ചേർത്തിട്ട് നല്ല പോലെ ഇത് മിക്സ് ആക്കണം. ബാക്കി ഇനി വെള്ളം വേണ്ടി വരുവാണെങ്കിൽ കുറച്ചും കൂടി നമുക്ക് ചേർത്താൽ മതി. ഇപ്പം നിങ്ങൾ നീരാണ് എടുക്കുന്നതെങ്കിൽ, കയ്യോന്നിയുടെ നീരാണ് എടുക്കുന്നതെങ്കിൽ വെള്ളം ചേർക്കേണ്ടത് 1 ടേബിൾ സ്പൂണോളമാണ് വെള്ളം ചേർത്ത് കൊടുക്കുന്നത്. അങ്ങനെ മിക്സ് ആക്കി കഴിഞ്ഞപ്പോൾ കുറച്ചും കൂടി അതിൻ്റെ വെള്ളം വേണ്ടി വരും എന്ന് തോന്നുന്നു. കുറച്ചും കൂടി ഞാൻ വെള്ളം ചേർത്ത് കൊടുത്ത് നല്ല പോലെ മിക്സ് ആക്കി കൊടുക്കുകയാണ്. ഈ ഒരു പാക്ക് ഉണ്ടല്ലോ, ഇനി അതിന് ഒരു കാര്യം കൂടി ചേർക്കുന്നുണ്ട്, അതെന്താണെന്ന് പറയാം. ഈ ഒരു പാക്ക് നിങ്ങൾ 7 ദിവസം അടുപ്പിച്ച് ഉപയോഗിക്കണം. നിങ്ങളിപ്പോൾ നൈറ്റാണ് ഇടുന്നതെങ്കിൽ നിങ്ങളുടെ താടി ഭാഗം ആദ്യമായിട്ട് ചെയ്യുമ്പോൾ ഷേവ് ചെയ്തിട്ട് വേണം ഈ ഒരു പാക്ക് ഇട്ട് കൊടുക്കാനായിട്ട്. മീശ ആണെങ്കിൽ ജസ്റ്റ് ഒന്ന് ത്രെഡ് ചെയ്തിട്ടാണ് ഇതിട്ട് കൊടുക്കേണ്ടത്. ഐബ്രോസിൻ്റെ ഭാഗത്താണെങ്കിൽ ഇത് ഇട്ട് കൊടുത്തിട്ട് നിങ്ങൾ ജസ്റ്റ് ഒന്ന് അവിടെ ഒരു ഭാഗത്ത് മസാജ് ചെയ്യുന്ന രീതിയൊക്കെ ഉണ്ടെന്ന് പറയാം. ഇനി ഇതിലേക്ക് നമ്മൾ വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കണം. അതായത് നമ്മുടെ കോക്കനട്ട് ഓയിൽ 1 ടേബിൾ സ്പൂൺ ചേർത്ത് കൊടുക്കുക. പിന്നെ ആവണക്കെണ്ണ ഉണ്ടല്ലോ, ആവണക്കെണ്ണയും ചേർത്ത് നല്ല പോലെ അങ്ങോട്ട് മിക്സ് ആക്കി കൊടുക്കണം. കണ്ടോ, ഈ കാണുന്ന ഒരു പരുവത്തിലായിട്ട് മാറും. ഇനി ഇതിലേക്ക് ഒരു വിറ്റാമിൻ ഇ ക്യാപ്സൂളൂടെ ചേർത്ത് കഴിഞ്ഞാൽ നമ്മുടെ പാക്ക് അങ്ങനെ റെഡിയായി. ബാക്കി വരുന്നത് നിങ്ങൾക്ക് സ്റ്റോർ ചെയ്ത് സൂക്ഷിക്കാം. ഇതേപോലെ എടുക്കുക. ഇപ്പോൾ താടിയുടെ ഭാഗത്താണെങ്കിൽ നിങ്ങൾ ഇതേപോലെ തേച്ച് നോർമൽ രീതിയിലൊരു മസാജ് കൊടുക്കുക. രാവിലെ ആകുമ്പോൾ നിങ്ങൾ കഴുകിയാൽ മതി, നല്ല റിസൾട്ട് കിട്ടും. ഇപ്പം നിങ്ങൾക്ക് നൈറ്റാണ് ഇടാൻ വയ്യാങ്കിൽ പകലിട്ട് കൊടുക്കാനും മതിയാകും. ഇട്ട് കൊടുത്ത് ഒരു
കുറച്ച് നേരം ഒരു 15-20 മിനിറ്റോളം നിങ്ങൾ വെച്ചിരിക്കണം കേട്ടോ. അതുകൊണ്ടാണ് നൈറ്റ് ഇടാനായിട്ട് ഞാൻ പറയുന്നത്. പകലാകുമ്പോൾ നമുക്കൊരു 20 മിനിറ്റൊക്കെ വെക്കാൻ പറ്റുള്ളൂ. നൈറ്റ് ആകുമ്പോൾ കുറേ നേരം നമ്മുടെ സ്കിന്നിലിരിക്കുമല്ലോ. രാവിലെ ആകുമ്പോൾ കഴുകിയാൽ മതി നൈറ്റ് ആണെങ്കിലും. പിന്നെ പകലാണ് ഇടുന്നതെങ്കിലും ഒരു 20 മിനിറ്റ് വെച്ചിട്ട് നോർമൽ വാട്ടറിൽ കഴുകിയാൽ മതി. കണ്ടല്ലോ, സംഭവം എളുപ്പമല്ലേ തയ്യാറാക്കാവുന്നത്. പിന്നെ നിങ്ങൾക്ക് ഇപ്പം എത്ര സമയം ഇല്ലെങ്കിൽ തന്നെയും നിങ്ങൾ ആഴ്ചയിൽ ഒരിക്കൽ ഈ ഒരു പാക്ക് ഇട്ടാൽ മതി. നല്ല പോലെ നിങ്ങൾക്ക് താടിയും മീശയൊക്കെ വളർത്തിയെടുക്കാൻ സാധിക്കും. എന്തായാലും ചെയ്ത് നോക്കിയിട്ട് അതിൻ്റെ റിസൾട്ടൊക്കെ വന്ന് പറയണേ. പിന്നെ ഇത് ഡെയിലി ഉപയോഗിച്ചാലും നല്ലതാണ്. ഇപ്പം ഡെയിലി ഉപയോഗിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് 2 ആഴ്ച കൊണ്ട് തന്നെ നിങ്ങൾക്ക് ഗ്രോത്ത് കാണാൻ തുടങ്ങും. ഇപ്പം നിങ്ങൾ ഒന്നിരാടമാണ് ഇടുന്നതെങ്കിൽ 1 മാസം എടുക്കേണ്ടതായിട്ട് വരും. എന്തായാലും കൂട്ടുകാരൊന്ന് ചെയ്ത് നോക്ക്. ചെയ്തിട്ട് അതിൻ്റെ റിസൾട്ട് വന്ന് ഉറപ്പായും എന്നോട് പറയണേ. പിന്നെ ഈ ഒരു വീഡിയോ മാക്സിമം ഒന്ന് നിങ്ങളുടെ ഫ്രണ്ട്സിലേക്കും ഫാമിലി ഗ്രൂപ്പിലേക്കും ഒന്ന് ഷെയർ ചെയ്ത് എന്നെ ഒന്ന് സപ്പോർട്ട് ചെയ്യണേ. നമുക്ക് എന്തായാലും പുതിയ വീഡിയോയുമായി കാണാം. എല്ലാവർക്കും നല്ലൊരു ദിവസം. ബൈ.